എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി, നിലമ്പൂർ. നിലമ്പൂർ പാട്ടുത്സവം ടൂറിസം ഫെസ്റ്റിവൽ ഇന്ന് കൊടിയേറും. നാടകോത്സവം നാളെ തുടങ്ങും. വ്യാപാരി സമൂഹവും പൊതുജനങ്ങളും ഓട്ടോ ടാക്സി തൊഴിലാളികളും നടത്തുന്ന 19ാമത് പാട്ടുത്സവം ടൂറിസം ഫെസ്റ്റിവലാണ് ഈ വർഷം നടക്കുന്നത്. കഴിഞ്ഞ 18 വർഷങ്ങളിലായി 2500ഓളം കലാകാരന്മാർ നിലമ്പൂരിലെത്തി. സാംസ്കാരിക സമ്മേളനങ്ങളിൽ കേരളത്തിലെ 100ലധികം പ്രശസ്ത പ്രതിഭകളുടെ പ്രഭാഷണങ്ങളും ലക്ഷക്കണക്കിന് സഹൃദയ മനസ്സുകളിലെത്തിക്കാൻ പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവൽ കമ്മിറ്റിക്ക് സാധിച്ചു. ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവങ്ങളിൽ ഒന്നായി നിലമ്പൂർ പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവൽ മാറിയെന്ന് സംഘാടകർ പറഞ്ഞു. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കൊടിയേറ്റ് നടത്തുന്നതോടുകൂടി ആഘോഷങ്ങൾക്ക് തുടക്കമാവും. വൈകുന്നേരം 7 മണിക്ക് ബാലൻ നാടകോത്സവം പ്രശസ്ത നാടക നടൻ നിലമ്പൂർ മണി ഉദ്ഘാടനം ചെയ്യും. നാടകോത്സവത്തിന്റെ ആദ്യ ദിവസം സാഹിത്യ തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന പ്രശസ്ത നാടകം അരങ്ങേറും. 2ാം ദിനമായ ജനുവരി 9-ന് KPSCയുടെ മികച്ച നാടകങ്ങളിലൊന്നായ ഉമ്മാച്ചു എന്ന നാടകം അവതരിപ്പിക്കും. നാടകോത്സവത്തിന്റെ സമാപന ദിനമായ ജനുവരി 10-ന് കാളിദാസ കലാകേന്ദ്രം അവതരിപ്പിക്കുന്ന അച്ഛൻ വെയിൽ തീ കൊണ്ട തണൽ മരം എന്ന പ്രശസ്ത നാടകവും അരങ്ങേറും. 11-ന് മെഗാ സ്റ്റേജ് ഷോയുടെ ആദ്യദിന സാംസ്കാരിക സമ്മേളനം പ്രശസ്ത നടനും സംവിധായകനുമായ ജോയ് മാത്യു ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകൻ മധു ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മധു ബാലകൃഷ്ണൻ ലൈവ് മെഗാ സ്റ്റേജ് ഷോയും ഉണ്ടായിരിക്കും. ജനുവരി 12-ന് സാംസ്കാരിക സമ്മേളനം മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ സുധീഷ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പ്രശസ്ത ഗായിക ആര്യ ദയാൽ അവതരിപ്പിക്കുന്ന ആര്യ ദയാൽ ലൈവ് എന്ന മെഗാ സ്റ്റേജ് ഷോയും അരങ്ങേറും. ജനുവരി 13-ന് സാംസ്കാരിക സമ്മേളനം മജീഷ്യൻ ഗോപിനാഥ് മുതുകാടും ആലങ്കോട് ലീലാകൃഷ്ണനും ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് യുവാക്കളുടെ ഹരമായ HMR ബാൻഡ് അവതരിപ്പിക്കുന്ന മെഗാ സ്റ്റേജ് ഷോ പാട്ടുത്സവ നഗരിയിൽ അരങ്ങേറും. ജനുവരി 14-ന് ദക്ഷിണേന്ത്യയിലെ മികച്ച ബാൻഡുകളിലൊന്നായ തിരുമാലി ടീം അവതരിപ്പിക്കുന്ന മെഗാ സ്റ്റേജ് ഷോ ഫെസ്റ്റിവലിന്റെ ഭാഗമാവും. ഫെസ്റ്റിവലിന്റെ സമാപന ദിവസമായ ജനുവരി 19-ന് മെഗാ സ്റ്റേജ് ഷോ ഉൾപ്പെടെ വിപുലമായ ആഘോഷ പരിപാടികളാണ് ഈ വർഷം പാട്ടുത്സവ് കമ്മിറ്റി ആസ്വാദകർക്കായി ഒരുക്കുന്നത്. 20 ദിവസം നീണ്ടു നിൽക്കുന്ന കാർണിവൽ, 1 മാസം നീണ്ടു നിൽക്കുന്ന ബിസിനസ് എക്സ്പോ ആൻഡ് ഫ്ലവർ ഷോ തുടങ്ങി നിരവധി പരിപാടികളാണ് ഇപ്രാവശ്യവും നിലമ്പൂർ പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവലിന്റെ ഭാഗമാവുന്നത്. ബിസ്ഗാല ബിസിനസ് എക്സ്പോയുടെ ഭാഗമായി വിവിധ കമ്പനികളുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും വിപണനം നടത്തുന്നതിനുമുള്ള അവസരം നൽകുന്നതും ഇപ്രാവശ്യത്തെ ഫെസ്റ്റിവലിന്റെ പ്രത്യേകതകളിൽ ഒന്നാണ്. ജനുവരി 15 മുതൽ 18 വരെ നിലമ്പൂർ നഗരസഭയുടെ പാട്ടുത്സവം ആഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനങ്ങളും മെഗാ സ്റ്റേജ് ഷോകളും നിലമ്പൂർ പാട്ടുത്സവ നഗരിയിൽ അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ ആര്യാടൻ ഷൗക്കത്ത്, U നരേന്ദ്രൻ, PV സനിൽകുമാർ, ഷബീർ അലി മുക്കട്ട, വിൻസെന്റ് ഗോൺസാഗ, അനിൽ റോസ്, ഷാജി K തോമസ് എന്നിവർ പങ്കെടുത്തു. ഈ മാസം 8-ാം തീയതി ആരംഭിക്കുക. കഴിഞ്ഞ കാലത്തെ പോലെ തന്നെ പതിവ് പോലെ നിലമ്പൂർ ബാലൻ നാടകോത്സവം 8, 9, 10 തീയതികളിൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള 3 നാടകങ്ങൾ. ഒന്ന് ഉമ്മാച്ചു, നിങ്ങൾക്കറിയാം, ഉറൂബിന്റെ ഉമ്മാച്ചുവിനെ ബേസ് ചെയ്തുള്ള നാടകം. മറ്റൊന്ന് അതുപോലെ തന്നെ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ സാഹിത്യ തിയേറ്റേഴ്സിൻ്റെത്. അതുപോലെ തന്നെ 3 ലളിത, അതേപോലെ തന്നെ കൊല്ലം ലളിതകല കേന്ദ്രത്തിന്റെ നാടകം. നാടകോത്സവം നാടകം ഇന്ന് നിലമ്പൂരിന്റെ പ്രതിഭ കൂടിയായ നിലമ്പൂർ മണി നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും. അത് കഴിഞ്ഞാൽ 11-ാം തീയതി തന്നെ നമ്മുടെ മെഗാ സ്റ്റേജ് ഷോ ആരംഭിക്കും. ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മെഗാ സ്റ്റേജ് ഷോയുടെ കൂടെ സാംസ്കാരിക പരിപാടികളോട് കൂടെ അതിന് തൊട്ട് ചാരിക്കൊണ്ട് തന്നെ ഒരു വലിയൊരു ബിസിനസ് എക്സ്പോ കൂടി നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.